ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് ഞാൻ 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമ്മളതിന് ചേർക്കാൻ വേണ്ടി ഒരു 4 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അരിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ നമ്മൾ അരിയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ എടുത്തിരിക്കുന്ന പുഡിംഗ് ഒന്ന് വളരെ വേഗത്തിൽ സെറ്റാക്കാൻ വേണ്ടി ആണ് കോൺഫ്ലോർ എടുത്തിരിക്കുന്നത്. പുഡിംഗ് സെറ്റാക്കാൻ വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നെയ്യോ ബട്ടറോ എണ്ണയോ ഒക്കെ തൂത്തൊന്ന് എടുക്കാവുന്നതാണ്. പുഡിംഗ് സെറ്റാക്കാൻ വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കായിരിക്കും. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് ബ്ലെൻഡ് ചെയ്ത മാംഗോ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിർത്താതെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ കലക്കി വെച്ചിട്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ വല്ലതും കട്ട പിടിച്ചിട്ടുണ്ട്, അത് മാറാൻ വേണ്ടി. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം നന്നായിട്ട് ഇളക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ സ്പീഡ് കൂട്ടുന്നത് നന്നായിരിക്കും. നന്നായിട്ട് ഇളക്കിയെടുക്കുക. കോൺഫ്ലോർ ഒരു സെറ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ പുഡിംഗ് ഒന്ന് പെട്ടെന്ന് സെറ്റായി വരും. ഇതിനു വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. തുടർച്ചയായി ഇളക്കുക. നമ്മൾ കോൺഫ്ലോർ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കുക. നമ്മൾ പുഡിങ്ങിന് വേണ്ടി എടുത്ത് വെച്ചിട്ട് ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനകത്ത് എന്തെങ്കിലും എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് വെക്കും. ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് എയർ ബൗൾസ്, ഉള്ളിലുള്ള എയർ ബൗൾസൊക്കെ പുറത്ത് പോകാൻ വേണ്ടി ഒന്ന് കുത്തി കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പുഡിങ്ങിനുള്ള സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കേണ്ടത്. ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രിഡ്ജിൽ വയ്ക്കാം.
നമ്മുടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്യാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.